ഇനിയിപ്പം ദിലീപേട്ടൻ, ആ ജനപ്രിയ നായകൻ. ദിലീപേട്ടൻ നമ്മുടെ സ്വന്തം ദിലീപേട്ടനല്ലേ. ദിലീപേട്ടനോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ദിലീപേട്ടനും ഉപരി കാവ്യമായിട്ടാണ് ഏറ്റവും നല്ലത്. കാരണം കാവ്യയും ഞാനും കൂടെ ഒരുമിച്ച് സ്റ്റേറ്റിൽ മത്സരിച്ചതാണ്. ഞങ്ങൾ അവിടെ വെച്ച് ആക്ച്വലി പരിചയപ്പെടുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മോഹിനിയാട്ടത്തിനാണ്, ഞങ്ങൾ രണ്ടുപേരും മോഹിനിയാട്ടത്തിനായിരുന്നു. എൻ്റെ കഴിഞ്ഞാണ് കാവ്യയുടെ. അതും വെളുപ്പിന് 4:30 മത്സരം. മോഹിനിയാട്ടം തുടങ്ങുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ കാവ്യ ഇരുന്ന് ഇങ്ങനെ ഉറക്കുന്നു, ഞാൻ ഇപ്പുറത്തിരുന്നിട്ട് അങ്ങനെ അവിടെ വെച്ചാണ് എവിടെയാ വീട് അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് പോയി. പിന്നെ കാവ്യ സിനിമയിലും അപ്പം അന്ന് എനിക്കായിരുന്നു ഫസ്റ്റ്. കാവ്യക്ക് അന്നൊന്നും ഇല്ലായിരുന്നു, ഗ്രേഡ് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം പ്രൈസ് ഇങ്ങനെ അനൗൺസ് ചെയ്തു, രണ്ടുപേരും അങ്ങനെ പരിചയപ്പെട്ടു, അങ്ങനെ പോയി. പിന്നെ ആക്ച്വലി ഞാൻ കാണുന്നത്, ഞാൻ ഇടയ്ക്കൊരു സിനിമ, ഞാൻ വന്ന സമയത്ത് എൻ്റെ ഒരു സിനിമ, ഞാൻ പേര് പറയുന്നില്ല, സിനിമ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ സിനിമ മുടങ്ങി. അപ്പം അന്ന് കാവ്യയും ദിലീപേട്ടനും ഉണ്ടായിരുന്നു ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അപ്പം ഞാൻ 2 ദിവസം ഷൂട്ടും ചെയ്തതാണ്. ഷൂട്ട് ചെയ്തു. പിന്നീടാണ് ഞാൻ അതങ്ങ് മുടങ്ങി മാറിപ്പോയത്. അവിടെ വെച്ച് ഭയങ്കര കൂട്ടായി. പിന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ ഞാനും കാവ്യയായിട്ടൊക്കെ സംസാരിക്കുന്നു, അതൊക്കെ ഓർമ്മ വെച്ചു. അങ്ങനെ പിന്നെ നമ്പർ വാങ്ങി. അപ്പോഴും ദിലീപേട്ടനും നല്ല കാര്യങ്ങൾ അത്ര ഹായികൾ ഭയങ്കര കമ്പനിയൊന്നും ആയിരുന്നു, നല്ല കൂട്ടൊക്കെ ആയിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ വെച്ച് കാണുമായിരുന്നു, ആ ബന്ധം പുതുക്കുമായിരുന്നു. പിന്നെ അടുത്തിടയ്ക്കാണ് പിന്നെ ഒരു നമ്പേഴ്സ് എല്ലാം മാറ്റി. പിന്നെ ഞാൻ അടുത്തിടയ്ക്ക് നമ്പർ എടുത്ത് കാവ്യയെ വിളിക്കുന്നു. അപ്പോൾ വിളിച്ചതിൻ്റെ കാര്യം വെച്ചാൽ എനിക്ക് നമ്മുടെ 25th ആനിവേഴ്സറി ഉണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജയകേരളയുടെ. അപ്പോൾ അത്യാവശ്യം നല്ല ഇത്തിരി ഗ്രാൻഡായിട്ടായിരുന്നു. സ്റ്റീഫൻ ചേട്ടൻ്റെ ബാൻഡൊക്കെ ആയിരുന്നു പ്രോഗ്രാം. അപ്പം ഈ ഇനാഗുറേഷൻ ദിലീപേട്ടന് വന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കയറി അങ്ങനെ വിളിക്കാൻ പാടും. അപ്പം ഞാൻ കാവ്യയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കാവ്യ പറഞ്ഞു, ദിലീപേട്ടൻ്റെ നമ്പർ തരാം ശാലു, വിളിക്ക്, ഫ്രീ ആണെങ്കിൽ വരും, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ കാവ്യ എനിക്ക് നമ്പർ തരുന്നത്. ഞാൻ ദിലീപേട്ടനെ വിളിക്കുന്നു. ദിലീപേട്ടനെ വിളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ അത് നമ്മുടെ സ്വന്തം ആൾക്കാരില്ലേ, സ്വന്തക്കാരില്ലേ, അതുപോലെ സ്വന്തം. അപ്പം പറഞ്ഞു അതിനെന്താ, പിന്നെ ഞാനിവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറയുന്നു. ഞാനിത് കേൾക്കാതെ തന്നെ ചാടി സമയം കണ്ടെത്തി ചെന്നു ലൊക്കേഷനിൽ ചെല്ലുന്നു. അവിടെ ചെല്ലാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് 3-ാം തീയതി ഞാൻ വന്നോളാം വന്നു. അപ്പം ഞാൻ ചോദിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഒരു ബാക്കി കാര്യങ്ങളില്ല, അങ്ങ് വരും, ഡേറ്റ് സമയമല്ല ഒന്നുകൂടെ അറിയിക്കണം, ഇത്രയും പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു, ഞാൻ ബ്രോഷർ അടിച്ചു. അങ്ങനെ ഈ പരിപാടിക്ക് ദിലീപേട്ടൻ വന്നു. ശരിക്കും ദിലീപേട്ടനായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു. അങ്ങനെ വരുന്നു. അന്ന് തൊട്ടുള്ള ഒരു ബന്ധം, മീൻസ് അപ്പം തൊട്ടേ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, നല്ല ബോണ്ടായി, ഭയങ്കര കമ്പനിയായി. അങ്ങനെ വന്നു. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മറ്റേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സമയത്ത് അമ്പലത്തിൽ, നമ്മുടെ അവിടുത്തെ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നു. പിന്നെ ദിലീപേട്ടൻ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ അവിടെ വഴിപാടുണ്ട്, അപ്പം നീ ഇവിടെ കാണുമോ? അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാവും. അപ്പം രാത്രി 12 മണിക്ക് വിളിക്കുന്നു, രാവിലെ 5 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ അവിടെ വന്നു. ദിലീപേട്ടനായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം ചെയ്തു. തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ വരുന്ന ആരെയും അറിയിക്കാൻ നിൽക്കില്ല, മകളായിരിക്കും. ഞാൻ ആരെയും അറിയിച്ചില്ല. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ അവിടെ പിന്നെ ഇടിയായി. പിന്നെ ഫോട്ടോ ഭയങ്കര വേണം. പിന്നെ ഒരു കത്തി നേരെ വണ്ടി വന്നു. പിന്നെ എൻ്റെ വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും ദിലീപേട്ടനും കാവ്യയായിട്ട് നല്ല ബന്ധമാണ്.